Hey guys, welcome back to my channel. So ഇന്ന് നമ്മളൊരു കിടിലം പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ കോവിഡൊക്കെ അല്ലേ, എല്ലാവരും സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രം ഇതേപോലത്തെ പ്രൊഡക്ട്സ് കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ളത് 4 ആക്ടിവിറ്റി ഷീറ്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കളറിങ് ഷീറ്റ്സ് ഉണ്ട്, പിന്നെ ഒരു ഇറേസർ ബോർഡ് ഉണ്ട്, ഒരു മാർക്കർ പെൻ ഉണ്ട്, ഒരു ഡസ്റ്റർ, ഒരു സ്റ്റാൻഡ് വിത്ത് അറ്റാച്ച്മെൻറ്റ്സ്. അതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ. പിന്നെ ഇതിലൊരു വൈറ്റ് ബോർഡ് ഉണ്ട്. ഒരു സൈഡിൽ വൈറ്റ് ബോർഡാണ്, ഒരു സൈഡിൽ ചോക്ക് ബോർഡാണ്. പിന്നെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹൈറ്റ് കൂട്ടുകയും ചെയ്യാം, കുറക്കുകയും ചെയ്യാം. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഇതാണ് 5 in 1 ആണെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ MRP വന്നിട്ട് 1599 ആണ്. എനിക്ക് നല്ല ഓഫറിലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏജ് ഗ്രൂപ്പ് 4+ ആണ്, അതായത് 4 വയസ്സിൻ്റെ മുകളിലേക്കുള്ള കുട്ടികൾക്കാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ 3.5 വയസ്സുള്ള എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. അങ്ങനെ യാപ്തിയുടെ അതിസാഹസികമായിട്ടുള്ള ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ ഞാനും സഹായിക്കേണ്ടി വന്നത് കംപ്ലീറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ തുറന്നു കഴിയുമ്പോൾ നമ്മളെ പണ്ടത്തെ സ്ലേറ്റൊക്കെ പോലെ ഉണ്ട്. ഇതിന് ഒരു സൈഡ് കാണാൻ വേണ്ടി ചോക്കൊക്കെ വെച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്, ഒരു സൈഡിൽ നമുക്ക് ഇതേപോലെ സ്കെച്ച് പെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പം അതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കർ, പിന്നെ ഇത് കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം, പിന്നെ കുറച്ച് ഡിസ്നി പ്രിൻസസ് ഒക്കെ ഉണ്ട്, പിന്നെ കുറച്ച് അസംബിൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുള്ളൊരു പിക്ചറുണ്ട്. പിന്നെ അവർക്ക് കളർ ചെയ്യാൻ വേണ്ടി കുറച്ചൊരു സ്കെച്ച് പോലെ സംഭവമുണ്ട്. പിന്നെ എന്താണ്, ഇത്രയൊക്കെ സാധനങ്ങളാണുള്ളത്. പിന്നെ അവരുടെ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ സ്റ്റാൻഡ് വെക്കാൻ മറന്നുപോയി. അപ്പോൾ അത് നോക്കുമ്പോൾ പിടിച്ചിട്ട് വരുന്നില്ല. നല്ല സ്ട്രോങ് ആണ് കാര്യം. നല്ല എന്താ പറയുക, സ്റ്റിഫായിട്ട് ചില പ്രോഡക്റ്റ്സ് ഉണ്ടാവുമല്ലോ ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോകുന്നത്. ഇതിന് ആ ഒരു പ്രശ്നം വരില്ല. കാരണം ഇത് എനിക്കൊരു സൈഡ് അഴിച്ചെടുക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാനതൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണത് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് തിരിച്ചഴിക്കാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ച പോലെ. പിന്നെ അതിൽ വെള്ളവും പുഴിയും കൂടെ ഇടാനാണ് പറഞ്ഞത്. ആഡ് സാൻഡ് ആൻഡ് വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ നല്ല സ്റ്റേഡി ആയിട്ട് നിൽക്കും. ഈ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് പോലെ പിങ്ക് കളർ, ലൈറ്റ് പിങ്കിൽ കാണുന്നതാണ്. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ പുഴിയും വെള്ളവും കൂടി ചേർത്തിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല സ്റ്റേഡി ആയിട്ട് നിൽക്കും. പിന്നെ യാപ്പി അത്ര പ്രശ്നക്കാരി അല്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം തന്നെ അത്യാവശ്യം അവൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെ പറ്റുന്നൊരു സ്റ്റേജിലാണ് ഉള്ളത്. അപ്പം കംപ്ലീറ്റ് ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇത് നോക്കുമ്പോൾ, അസംബിൾ ചെയ്യേണ്ടത് നോക്കുമ്പോൾ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആ ഒരു ഡിസ്നി പ്രിൻസസിനെയും കൂടി നമുക്ക് അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണത്. അങ്ങനെ കംപ്ലീറ്റ് ഫിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്താ എഴുതിയിട്ടുള്ളത്? ഇനി എന്താ എഴുതാൻ വന്നു? വേണ്ട, സൈഡിൽ എഴുതുന്നേയും കൂടെ. D for dog. C for